ഹരേ കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ പുണ്യപുരത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇന്ന് നമ്മൾ ഇന്നത്തെ പൂജയുടെ അലങ്കാരത്തെക്കുറിച്ച് പറയാണ്. നാരായണ മന്ത്രങ്ങളാൽ മുഖരിതമായ ക്ഷേത്രമുറ്റം. ഇന്ന് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമിയുടെ വേഷമാണ്. കൃഷ്ണനും ബലരാമനും ഒന്നാണെങ്കിലും ഭക്തിമാർഗത്തിൽ ബലരാമൻ ആദി ഗുരുവാണ്. ഭക്തന്റെ ഹൃദയമാകുന്ന നിലത്തെ ഉഴുതുമറിച്ച് പാകപ്പെടുത്തി അവിടെ ഭക്തിയുടെ വിത്തുപാകുന്ന കർഷകനാണ് ബലരാമൻ. തൻ്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹത്താൽ ഉണ്ണിക്കണ്ണൻ ഇന്ന് ആ വേഷം സ്വയം എടുത്തണിഞ്ഞ് ഇരിക്കുകയാണ്. ഭഗവാന്റെ ചന്ദനം ചാർത്തിയ നെറ്റിത്തടത്തില് സ്വർണ്ണഗോപി തിളങ്ങുന്നുണ്ട്. പുഞ്ചിരി തൂകുന്ന ആ മുഖത്ത് കളഭത്തിന്റെ കുളിർമയുണ്ട്. ശിരസില് മനോഹരായ കിരീടവും അതിനു ചുറ്റും തുളസിയും തെച്ചിപ്പൂവും പിച്ചിപ്പൂവും കോർത്ത തിരുമുടിമാലകളും ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂക്കള് ധാരാളമായി ഉപയോഗിച്ചുള്ള ആ മാലകള് ഭഗവാന്റെ ശ്യാമവർണ്ണത്തിന് അതീവ ശോഭ കൊടുക്കുന്നുണ്ട്. വലത് കൈയില് തോളോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർണ്ണ കലപ്പ. ഇത് വെറുമൊരു ആയുധമല്ല, മറിച്ച് സംസാര സാഗരത്തിലെ തടസ്സങ്ങളെ നീക്കുന്ന ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഇടത് കൈയില് അതിലോലയായ താമരപ്പൂക്കളാണ്. ഒരു കൈ കഠിനാധ്വാനത്തെയും അതായത് കലപ്പയെയും, മറുകൈ പ്രകൃതിയോടുള്ള കരുണയെയും അതായത് താമരയെയുമാണ് സൂചിപ്പിക്കുന്നത്. കസവോട് കൂടിയ ചുവന്ന പട്ടുടുത്ത് പച്ച കരയുള്ള വസ്ത്രം ഞൊറിഞ്ഞുടുത്തിരിക്കുകയാണ് ഭഗവാൻ. ചുവപ്പും പച്ചയും ചേർന്ന ഈ വർണ്ണക്കൂട്ടില് ഭഗവാൻ ഒരു ചൈതന്യവത്തായ സൂര്യനെ പോലെ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. അരയില് കിലുങ്ങുന്ന പൊന്നിൻ കിങ്ങിനിയും പാദങ്ങളില് പൊൻതളകളും അണിഞ്ഞിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലുള്ള മാലകളും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന അതിമനോഹരമായ മാങ്ങാമാലയും വലിയൊരു പതക്കവും ഭഗവാന്റെ മാറിടത്തെ അലങ്കരിക്കുന്നുണ്ട്. കൈവളകളും തോൾവളകളും ആ ദേവചൈതന്യത്തിന് മാറ്റുകൂട്ടാണ്. ഇന്നത്തെ അലങ്കാരത്തില് ഉണ്ടമാലകൾക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. 4-5 ഉണ്ടമാലകള് ഭഗവാന്റെ വിഗ്രഹത്തിന് ചുറ്റും വിധാനായിട്ട് ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയും തെച്ചിയും വെളുത്ത പൂക്കളും ഇടകലർന്ന് ഈ മാലകൾ കാണുമ്പോൾ സാക്ഷാൽ പ്രകൃതി തന്നെ ഭഗവാനെ പൂജിക്കാൻ എത്തിയതാണോ എന്ന് നമുക്ക് തോന്നും. കുടുംബ ബന്ധങ്ങളുടെയും വിനയത്തിൻ്റെയും വലിയൊരു പാഠമാണ് ഭഗവാൻ നൽകുന്നത്. നാരായണ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ശമിക്കും. ഭഗവാന്റെ വലത് കൈയില് തോളോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർണ്ണക്കലപ്പ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കലപ്പ ഭൂമിയെ ഉഴുതുമറിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന കഠിനമായ മണ്ണും കാമക്രോധങ്ങളാവുന്ന കളകളും നീക്കം ചെയ്യാൻ ജ്ഞാനമാകുന്ന കലപ്പ കൊണ്ട് ഹൃദയത്തെ ഉഴുതുമറിക്കണമെന്നാണ് ഈ രൂപം നമ്മളോട് പറയുന്നത്. ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരപ്പൂക്കളും നോക്കി നോക്കൂ, പരിശുദ്ധിയുടെ അടയാളാണ്. ചെളിയിൽ വിരിഞ്ഞിട്ടും ചെളിയേൽക്കാതെ താമരയെപ്പോലെ സംസാര സാഗരമാകുന്ന ലോകത്തില് ജീവിക്കുമ്പോഴും മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് നിർമ്മലമായി സൂക്ഷിക്കണം എന്നുള്ള സന്ദേശമാണ് ഇത് നൽകുന്നത്. ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ചുവന്ന പട്ട് ശക്തിയുടെയും ഉണർവിൻ്റെയും പ്രതീകമാണ്. അതിലെ പച്ചക്കര പ്രകൃതിയെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയും പുരുഷനും ഒന്നാണ് എന്നുള്ള അദ്വൈത സത്യമാണ് ഈ വർണ്ണക്കൂട്ടില് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അരയില് കിലുങ്ങുന്ന സ്വർണ്ണ കിങ്ങിണികള് ഓരോ പ്രകമ്പനത്തിലും പ്രപഞ്ചത്തിന്റെ ഓംകാരനാദത്തെ ഭക്തരിലേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ്. ഭഗവാൻ തൻ്റെ ജ്യേഷ്ഠന്റെ വേഷം കെട്ടുമ്പോൾ ഇവിടെ ഈശ്വരൻ എന്ന ഭാവം വെടിഞ്ഞ് അനുജൻ എന്ന വിനയത്തോടെ നിൽക്കുന്നു എന്നത് ഭക്തരോടുള്ള ഭഗവാന്റെ കരുണയാണ് കാണിക്കുന്നത്. ബലരാമൻ ശക്തിയുടെ പ്രതീകാണ്.
കൃഷ്ണൻ ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ജ്ഞാനം നിലനിൽക്കണമെങ്കിൽ മനസ്സിന് കരുത്തു വേണം. അതുകൊണ്ട് തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മശക്തിയെ ഉണർത്താൻ ഭക്തൻ ഇന്ന് ബലരാമരൂപിയായ കണ്ണനെയാണ് ധ്യാനിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കണ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കണ്ണാ, നീ നിന്റെ കയ്യിലെ കലപ്പ കൊണ്ട് എൻ്റെ ഹൃദയത്തിലെ തമോ ഗുണങ്ങളെ ഉഴുതുമാറ്റണേ ഭഗവാനെ. അതേപോലെ തന്നെ നിന്റെ കയ്യിലെ താമരപ്പൂക്കൾ പോലെ എൻ്റെ ജീവിതം അർപ്പണബോധമുള്ളതാക്കണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.